നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യമായ 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. ഈ തുകയ്ക്കുള്ള ചെക്ക് ഇന്ത്യൻ എംബസി റിയാദിലെ ഗവർണറേറ്റിന് കൈമാറും. മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാകും എന്നാണ് പ്രതീക്ഷ. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് നടന്നത്. മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ, അതായത് 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. എംബസി നിർദ്ദേശിച്ചതുപ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം നൽകിയതെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഇന്ത്യൻ എംബസി ഇനി ഈ തുകക്കുള്ള സർട്ടിഫൈഡ് ചെക്ക് റിയാദിലെ ഗവർണറേറ്റിന് നൽകും. ശേഷം വാദിഭാഗവും പ്രതിഭാഗവും ഗവർണറേറ്റിൽ വെച്ച് അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. ഒപ്പുവെക്കുന്ന ഈ കരാറും അനുബന്ധ രേഖകളും ഗവർണറേറ്റ് കോടതിക്ക് കൈമാറും. രേഖകൾ പരിശോധിച്ച ശേഷം കോടതി റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കും. വധശിക്ഷ റദ്ദ് ചെയ്യുക, അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കി നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നിവയാണ് പ്രധാനമായും തുടർന്ന് നടക്കാനുള്ളത്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സഹായ സമിതിയിൽ ഭിന്നത. പ്രാരംഭ ചർച്ചയ്ക്ക് വേണ്ട പണപ്പിരിവിനെ ചൊല്ലിയാണ് തർക്കം. ചർച്ചയുടെ ഭാഗമായി 38 ലക്ഷം രൂപ വേണമെന്ന് ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് 24-നോട് പറഞ്ഞു. സഹായ സമിതിയുടെ തീരുമാനപ്രകാരമല്ല പണപ്പിരിവെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സഹായ സമിതിക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് എന്ന സംഘടന പണപ്പിരിവ് നടത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് ഭിന്നത ഉടലെടുത്തത്. ആരൊക്കെ എത്ര പണം വീതം നൽകിയെന്ന് അറിയാനാണ് DMCയുടെ അക്കൗണ്ടിലേക്ക് പണം പിരിച്ചതെന്നാണ് സംഘടനയുടെ ചെയർപേഴ്സണും സേവ് നിമിഷപ്രിയ ആക്ഷൻ സമിതിയുടെ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ വിശദീകരണം. ആദ്യ കാലങ്ങളിൽ തന്നെ ഫണ്ട് ചോദിച്ചിട്ടുമുണ്ട്, ആൾക്കാർ നമുക്ക് ഇട്ടു തന്നിട്ടുമുണ്ട്. അപ്പം ചിലർ വ്യക്തിപരമായിട്ട് തരും. ഗോത്ര തലവന്മാരെ 2 പേരെയും കൂടെ കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവരുടെ ഇനി ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന ചർച്ചയായിരിക്കാം. അപ്പം അതിലേക്ക് അവിടെ വരുന്ന ലോയേഴ്സ്, പിന്നെ ആരെയൊക്കെ ഈ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെടുത്തണം, അതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ലോയറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ എക്സ്പെൻസിലേക്കാണ് ഈ പൈസ യൂസ് ചെയ്യുക. പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി പണം വേണമെന്ന വാദത്തെ തന്നെ തള്ളുകയാണ് എതിർവിഭാഗം. കുടുംബവുമായി നേരിട്ട് ചർച്ചകൾ നടത്തുക, അതിന് പ്രീ നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്നേ വരെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്തും നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ആദ്യമായി ഇത്തരം ഒരു ആവശ്യവുമായി വരുന്നു, അതൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നു. ആ സമയത്ത് ഈ സംഘടനയ്ക്കകത്ത് ഒരു കുറുമുന്നണി രൂപപ്പെടുന്നു. ആ കുറുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് പിന്നെ ഈ സംശയാസ്പദമായ ഒരു സംഘടനയ്ക്കകത്ത്, അല്ലെങ്കിൽ നേരത്തെ സുതാര്യമല്ലാത്ത ചരിത്രമുള്ള ഒരു സംഘടനയ്ക്കകത്തേക്ക് പണം പിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംഘടനയ്ക്കകത്ത് രൂപപ്പെടാനുണ്ടായ കാരണം. ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായാണ് പണമെന്നാണ് DMC വ്യക്തമാക്കുന്നത്. സഹായ സമിതിയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കൂ എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം അവസാനിക്കുമെന്നാണ് മറുപക്ഷത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ദൗത്യം തുടരുമെന്ന് ഇരുവിഭാഗവും വ്യക്തമാക്കി. 24 ഡൽഹി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഇന്നലെ വരെ 1.5 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകർക്കും മിന അതിർത്തിക്കുള്ളിൽ തന്നെ താമസ സൗകര്യം ഒരുക്കും. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയ 30,000-ഓളം തീർത്ഥാടകർ മദീനയിലും ബാക്കിയുള്ളവർ മക്കയിലുമാണ് ഇപ്പോഴുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന എല്ലാ തീർത്ഥാടകർക്കും മിനയിൽ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ താമസ സൗകര്യം ലഭിക്കുമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഇതിൽ 50,000-ഓളം തീർത്ഥാടകർക്ക് മഷായർ മെട്രോ സർവീസ് ഉപയോഗിക്കാനാകുമെന്നും അദ്ദേഹം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This year, the Saudi Ministry of Hajj and Umrah has divided the entire MENA area into 5 zones. So out of these 5 zones, there are 4 zones which are within the traditional boundary of MENA. So all the Hajj Committee of India pilgrims, for the first time ever, will be within the traditional boundary of MENA. So that will be in the Zone 2, Zone 3 and Zone 4. All the Hajj Committee of India pilgrims. Out of 140,000 pilgrims, about 50,000 pilgrims will be using the metro train facilities. ഹറംപള്ളിയിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ എടുക്കരുത്, സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങളും കോൺസുൽ ജനറൽ മുന്നോട്ട് വെച്ചു. While doing the tawaf, mataf area or in the pilgrimage area, if there is some items
dropped on the ground. Do not try to take it, touch it, or take it all, even with a good intention to try to hand it over to the security officials, because then we have seen that people have getting caught later on and they are deprived of the Hajj. That many of the pilgrims display the flag or banner or some kind of a some kind of a symbol in front of mataf or something like that. In the last year, we have seen such cases and they have been arrested. മഹറമില്ലാത്ത 5000-ലേറെ വനിതാ തീർത്ഥാടകർ ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കും. ഇവർക്ക് മക്കയിലും മദീനയിലും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരും കോർഡിനേറ്റർമാരും ഉൾപ്പെടെ 600-ലേറെ പേരാണ് തീർത്ഥാടകരുടെ സേവനത്തിനായി ഇന്ത്യയിൽ നിന്നും എത്തിയിരിക്കുന്നത്. മക്കയിൽ 3 ആശുപത്രികളും 16 ബ്രാഞ്ച് ഓഫീസുകളും, മദീനയിൽ 1 ആശുപത്രിയും 2 ബ്രാഞ്ച് ഓഫീസുകളും ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റി വഴിയെത്തിയ 3 തീർത്ഥാടകർ ഇന്നലെ വരെ സൗദിയിൽ വെച്ച് മരണമടഞ്ഞതായും മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഹജ്ജ് കോൺസൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ, കോൺസൽ മുഹമ്മദ് ഹാഷിം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിൽ പുതിയ ട്രാഫിക് നിയമം അവതരിപ്പിച്ചു. വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം അംഗീകാരത്തിന് തയ്യാറാണെന്ന് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പുതിയ ട്രാഫിക് നിയമപ്രകാരം ഡ്രൈവിംഗിനിടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 3 മാസത്തെ തടവോ 300 ദിനാർ പിഴയോ നൽകണം. വേഗപരിധി മറികടക്കുന്നവർക്ക് 3 മാസം തടവോ 500 ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കും. നിയമം ലംഘിച്ച് വാഹനം പാർക്ക് ചെയ്യുന്നവർക്ക് 2 മാസം തടവോ 200 ദിനാർ വരെ പിഴയാണ് ശിക്ഷ. മദ്യപിച്ച് വാഹനമോടിച്ചാൽ 1 വർഷം മുതൽ 3 വർഷം വരെ തടവോ 1000 മുതൽ 3000 ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കും. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ സൗദിയിലെ ഖമീഷ് മുഷൈത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദിയിൽ 17 പുതിയ ബ്രാഞ്ചുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അസീർ മേഖലയിലെ ഖമീഷ് മുഷൈത്തിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ പ്രശസ്തമായ മുജാൻ പാർക്ക് മാളിൽ 71,000 ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് സൗദിയിലെ 60ാമത്തെ ശാഖ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഖമീഷ് മുഷൈത്ത് ഗവർണർ ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഷൈത്ത് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമീപ ഭാവിയിൽ തന്നെ 17 ശാഖകൾ കൂടി സൗദിയിൽ തുറക്കുമെന്ന് അറിയിച്ച യൂസുഫ് അലി സൗദി ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. ഇത് ഞങ്ങളുടെ 60ാമത്തെ ബ്രാഞ്ചാണ്. അബഹ ജിയോഗ്രാഫിക്കലി അതുപോലെ ടൂറിസം മാപ്പിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒരു ഏരിയയാണ് ഈ അബഹ ഏരിയ. ഖമീസ് മുഷൈത്തിലാണ് ഇപ്പം ഞങ്ങൾ ഇനാഗുറേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളുമുണ്ട്. അപ്പോൾ ഇനിയും ഒരു 3 ഞങ്ങൾ ഈ റീജിയനിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. മേഖലയിലേക്ക് ആദ്യമായി എത്തുന്ന MA യൂസുഫ് അലിക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് അസീറിലെ മലയാളി സമൂഹം നൽകിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രവാസികൾ യൂസുഫ് അലിയെ സ്വാഗതം ചെയ്യുകയും ഫോട്ടോ എടുക്കാനും മറ്റും തിരക്ക് കൂട്ടുകയും ചെയ്തു. ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും കാണുന്നില്ല എൻ്റെ മലയാളി സഹോദരന്മാർ പൂർണ്ണമായി ഞങ്ങളോട് സഹകരിക്കുകയും സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കണ്ടില്ല, അവരൊക്കെ ഇത് ഷോപ്പിൽ കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ്. 1100 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാളിന്റെ പ്രത്യേകതയാണ്. CEO സെയ്ഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ്, റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഖമീഷ് മുഷൈത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അബുദാബി ഷവാമഖിൽ പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽ വദ്ബ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹുമൈദ് അൽ മർസൂഖി ഉദ്ഘാടനം നിർവഹിച്ചു. 85,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഹൈപ്പർ മാർക്കറ്റാണ് അബുദാബിയിലെ ഷവാമഖിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽ വദ്ബ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹുമൈദ് അൽ മർസൂഖിയാണ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എമിറേറ്റിലെ ഉൾപ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്കും ദീർഘദൂരം യാത്ര ചെയ്യാതെ വേണ്ടതെല്ലാം വാങ്ങാനാവുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരത്തിൽ നിന്നും മാറി ഷവാമഖിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചതെന്നും ലുലു ഗ്രൂപ്പിന് UAE ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. പ്രദേശങ്ങളിൽ പോയാലാണ് സിറ്റിയിൽ റഷ് കുറയുള്ളൂ. അപ്പോൾ സിറ്റിയിൽ റഷ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഉൾപ്രദേശങ്ങളിൽ. അതാണ് ചെയർമാൻ മുനിസിപ്പാലിറ്റി ഇപ്പോൾ പറഞ്ഞത്, ഡയറക്ടർ ജനറൽ ഓഫ് മുനിസിപ്പാലിറ്റി പറഞ്ഞത്. ദിസ് ഈസ് എ ഗുഡ് സ്റ്റെപ്പ്. യു ആർ അവർ പാർട്ട്ണർ. ആൻഡ് ഈ
ടൗണിലേക്ക് പോയി മേടിക്കുന്നതിന് പകരം അവർക്ക് ഇവിടെ ആ സെയിം സൗകര്യവും സെയിം പ്രൈസും സെയിം ക്വാളിറ്റിയും സെയിം സർവീസും കിട്ടിയാൽ അവർ അങ്ങോട്ട് പോവില്ല, ഇവിടെ തന്നെയാണ്. കാരണം വി ഡിസൈഡഡ് ടു ഗോ ടു ദി പീപ്പിൾ. അടുത്ത വർഷം അവസാനത്തോടെ ഹൈപ്പർ മാർക്കറ്റുകളുടെ എണ്ണം 300 ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അബുദാബിയിൽ അടുത്ത വർഷാവസാനത്തോടെ 7 പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കുമെന്നും MA യൂസഫ് അലി അറിയിച്ചു. ലുലു ഗ്രൂപ്പ് ആരംഭിച്ച ഷോപ്പിംഗ് കേന്ദ്രം പ്രാദേശിക കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് അൽബത്വ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹുമൈദ് അൽ മർസൂഖി പറഞ്ഞു. ലുലു ഗ്രൂപ്പ് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ലുലു ഗ്രൂപ്പ് CEO സേഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു അബുദാബി ഡയറക്ടർ അബൂബക്കർ, റീജിയണൽ ഡയറക്ടർ അജയ് കുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. 24 ദുബായ്. അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ലോക കേരള സഭയിൽ പങ്കെടുക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ലോക കേരള സഭയുടെ പ്ലസും മൈനസും പറയാൻ താൻ ആളല്ല, സർക്കാർ ക്ഷണിച്ചതിനാലാണ് പങ്കെടുക്കുന്നത്. ഏത് സർക്കാർ ക്ഷണിച്ചാലും പങ്കെടുക്കും. ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും നടന്ന സർക്കാർ പരിപാടികളിൽ പങ്കെടുത്തിരുന്നുവെന്നും യൂസഫ് അലി പറഞ്ഞു. ലോക കേരള സഭ നടത്തുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്, അവരാണ് അത് തീരുമാനിക്കേണ്ടത്. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, അത് നമ്മൾ പോകും. കാരണം ഏത് ഗവൺമെൻറ് ക്ഷണിച്ചാലും പോകും. കാരണം ഞാൻ UP ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന് പോകാറുണ്ട്. എന്നാൽ ഹരിയാനയിൽ പോയി, വൈബ്രൻറ്റ് ഗുജറാത്തിന് പോയി. അത് ഗവൺമെൻറ് നമ്മൾ ക്ഷണിച്ചാൽ നമ്മൾ പോകേണ്ടതാണ്. നടൻ രജനീകാന്തിന് UAEയുടെ ഗോൾഡൻ വീസ. അബുദാബി DCT ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം മുഹമ്മദ് ഖലീഫ അൽ മുബാറക് വീസ പതിച്ച എമിറേറ്റ്സ് ID രജനീകാന്തിന് കൈമാറി. പ്രമുഖ വ്യവസായിയും അബുദാബി ചേംബർ വൈസ് ചെയർമാനുമായ MA യൂസഫ് അലിയും ചടങ്ങിൽ പങ്കെടുത്തു. അബുദാബി സർക്കാരിനും വീസ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കിയതിന് സുഹൃത്തായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്കും രജനീകാന്ത് നന്ദി അറിയിച്ചു. മഴക്കെടുതിയിൽ വലഞ്ഞ സംസ്ഥാനം. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. പന്തീരാങ്കാവിൽ ദേശീയപാത സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. കക്കയത്ത് കടപുഴകിയ മരത്തിനടിയിൽപ്പെടാത്ത സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം തുറന്നു. മഴ കനത്തതോടെ കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലും കലൂർ ആസാദ് റോഡിലും വെള്ളക്കെട്ട് യാത്രക്കാരെ വലച്ചു. ഗതാഗതവും തടസ്സപ്പെട്ടു. കാക്കനാട് അത്താണി കീരേലി മലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയതോടെ മൂവാറ്റുപുഴ ആറിന്റെയും തൊടുപുഴ ആറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നാരോപിച്ച് കൊച്ചിയിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു. തൃശൂരിൽ 2 ഫ്ളാറ്റുകളിലും അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയതിനെ തുടർന്ന് കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കോട്ടയം ഓണംതുരുത്തിൽ യുവാവ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. പന്തീരങ്കാവിൽ ദേശീയപാതയുടെ സർവീസ് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്ന് വീടുകൾക്ക് മുകളിലേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കയത്ത് മരം കടപുഴകി വീഴുന്നതിനിടെ സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നന്മണ്ട ചീക്കിലോട് മതിൽ തകർന്ന് വീടിന് മുകളിലേക്ക് പതിച്ചു. മലപ്പുറത്ത് പലയിടങ്ങളിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. തേഞ്ഞിപ്പാലം പള്ളിക്ക് ബസാറിൽ വീടുകളിൽ വെള്ളം കയറി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ പ്രതീക്ഷിക്കാമെന്നും ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി. GST വകുപ്പിന്റെ പരിശോധനയിൽ സംസ്ഥാനത്ത് 1170 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. സംസ്ഥാന GST ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ആക്രി കച്ചവടത്തിന്റെ മറവിൽ വ്യാജ ബില്ല് ചമച്ചാണ് തട്ടിപ്പ്. തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ അന്യസംസ്ഥാന വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ID കാർഡുകൾ ഉപയോഗിച്ച് അവരുടെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുക്കും. പിന്നാലെയാണ് നികുതി തട്ടിപ്പ് നടത്തുന്നതെന്നും ഇത്തരത്തിലുള്ള സംഘം സജീവമെന്നും കണ്ടെത്തി.
സംസ്ഥാനത്താകെ 7 ജില്ലകളിലായി 100-ലേറെ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. മലപ്പുറം പൊന്നാനിയിൽ പോലീസ് ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചു. ഭാര്യയ്ക്ക് ജീവനാംശം നൽകുന്നില്ലെന്ന കേസിൽ വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറാണ് ജയിലിൽ കിടന്നത്. പരാതിയുമായി ബന്ധുക്കൾ കോടതിയെ സമീപിച്ചതോടെ യുവാവ് ജയിൽ മോചിതനായി. ജീവനാംശം നൽകുന്നില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തിരൂർ കുടുംബ കോടതിയിൽ നിന്നുള്ള വാറന്റുണ്ടായിരുന്നു. പോലീസ് നേരെ പോയത് ആലുങ്ങൽ അബൂബക്കറിന്റെ വീട്ടിൽ. ആലുങ്ങൽ അബൂബക്കറിന്റെ പേരിൽ കുടുംബപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭാര്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആളുമാറിയ വിവരം അബൂബക്കർ അറിയിച്ചെങ്കിലും പോലീസ് വഴങ്ങിയില്ല. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഭാര്യയ്ക്ക് ജീവനാംശമായി 4 ലക്ഷം രൂപ നൽകാൻ കോടതി വിധിച്ചു. തുകയില്ലെന്ന് പറഞ്ഞതോടെ 6 മാസം തടവിനും ശിക്ഷിച്ചു. എന്നാൽ സംശയം തോന്നിയ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതി വടക്കേപ്പുറത്ത് അബൂബക്കറാണെന്ന് വ്യക്തമാകുന്നത്. കോടതിക്ക് കാര്യം ബോധ്യപ്പെട്ടതോടെ യുവാവിനെ കോടതി ജയിൽ മോചിതനാക്കി. തിരൂര് കുടുംബ കോടതി കൊടുന്നു. അവിടെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. പൈസ ആണ് അവർക്ക് വേണ്ടത്. പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്ര വലിയ തുക അടക്കം ഞാൻ വലിയ പ്രതിയായിട്ടൊന്നുമല്ല. ഞാൻ വലിയ പ്രതിയല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ജഡ്ജി 4 ദിവസം കൊടുക്കാൻ പറ്റില്ല. പഞ്ച് പറഞ്ഞു എന്നാൽ ഓക്കെ, എന്തായാലും തവന്നൂർ ജയിലിൽ കിടക്കേണ്ടി വരും പറഞ്ഞു. 6 മാസം. അതിന് ഞാനവിടുന്ന് അവർ ജീപ്പിൽ എന്താക്കി എന്നെ അവിടേക്ക് ജയിലുണ്ടാക്കി. കേസിലെ യഥാർത്ഥ പ്രതി അബൂബക്കർ വിദേശത്താണെന്നാണ് വിവരം. രണ്ടുപേരുടെയും പിതാവിന്റെ പേര് ഒന്നായതാണ് വീഴ്ചയ്ക്കിടയാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസിനെതിരെ പരാതി നൽകാനാണ് അബൂബക്കറിന്റെ തീരുമാനം. 24 തിരൂർ. സംസ്ഥാനത്തെ IT പാർക്കുകളിലെ മദ്യശാലകൾ ഈ വർഷം തന്നെ ആരംഭിക്കും. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് നിർദ്ദേശങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകി. 20 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് മദ്യശാലകൾ പ്രവർത്തിക്കുക. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനം. അബ്കാരി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നതോടെ പ്രതിപക്ഷത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ ബാബുവും എതിർപ്പുന്നയിച്ചു. ഇതോടെ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. വിശദ ചർച്ചകൾ നടന്നപ്പോഴും പ്രതിപക്ഷം എതിർപ്പ് ആവർത്തിച്ചു. ഇത് തള്ളിയാണ് സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. IT പാർക്കുകൾക്ക് FL4C ലൈസൻസ് ആയിരിക്കും നൽകുക. ലൈസൻസ് ഫീസ് 10 ലക്ഷമാക്കണമെന്നായിരുന്നു IT വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ 20 ലക്ഷം വേണമെന്ന എക്സൈസ് വകുപ്പിന്റെ ആവശ്യം അംഗീകരിച്ചു. രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരിക്കും പ്രവർത്തന സമയം. പ്രവർത്തന പരിചയവും സർക്കാർ നിശ്ചയിക്കുന്ന വാർഷിക വിറ്റുവരവുമുള്ള കമ്പനികൾക്കാണ് നടത്തിപ്പിന് അനുമതി. ബാർ നടത്തിപ്പുകാർക്ക് പാർക്കുകളിൽ മദ്യം നൽകുന്നതിന് അനുമതി ഉണ്ടാകില്ല. സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിലായിരിക്കും മദ്യശാലകൾ. ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് തീരുമാനമെടുക്കാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുന്ന മുറയ്ക്ക് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. 24 തിരുവനന്തപുരം. ആലപ്പുഴ എടത്വയിൽ പൊതുസ്ഥലത്തെ മദ്യപാനം അന്വേഷിക്കാനെത്തിയ എടത്വ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. എടത്വ തായങ്കരി റോഡിൽ തായങ്കരി ഭാഗത്ത് നിർത്തിയിട്ട 2 കാറുകളിലായി മദ്യപാനം നടക്കുന്നുവെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഈ സമയം കാറിലുണ്ടായിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് പനമ്പറമ്പിൽ, കുര്യൻ പനമ്പറമ്പിൽ, അമൽ കുര്യൻ, ജോർജ് കുട്ടി എന്നിവർ ചേർന്ന് പോലീസിനെ കയ്യേറ്റം ചെയ്തുവെന്നാണ് കേസ്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ചക്കക്കൊമ്പൻ ഇറങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയിറങ്കൽ ഡാമിന് സമീപമാണ് കാട്ടാന എത്തിയത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. RRT സംഘം എത്തി ആനയെ ശങ്കരപാണ്ഡ്യ മേട്ടിലേക്ക് തുരുത്തി. ആന വീണ്ടും ദേശീയപാതയിൽ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ RRT നിരീക്ഷണം തുടരുകയാണ്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മാലക്കാപ്പ് കാട്ടുനായ്ക്ക കോളനിയിലെ വാസുവിനാണ് പരിക്കേറ്റത്. അതിർത്തിയോട് ചേർന്നുള്ള വഴിയിലൂടെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. പരിക്കേറ്റ വാസുവിനെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര. കാറിന്റെ പിൻഡോറുകളിലിരുന്ന് പാട്ടുപാടിയാണ് യാത്ര ചെയ്തത്. കാറിന്റെ പിന്നിലെ വാഹനത്തിലുണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. OICC ദമാം റീജിയണൽ ജുബൈൽ ഏരിയ കമ്മിറ്റിയുടെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും നടൻ രമേശ് പിഷാരടിക്കും ദമാം ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വീകരണം നൽകി. OICC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുളിക്കൽ, ഗ്ലോബൽ മെമ്പർ C അബ്ദുൽ ഹമീദ്, സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല എന്നിവർ നേതൃത്വം നൽകി.
മുംബൈ ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി 7 തൊഴിലാളികൾ മരിച്ചു, 30ഓളം പേർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1:30യോടെയാണ് കല്യാൺ ഡോംബിവലി MIDCയിലെ ഫേസ് 2-ൽ പൊട്ടിത്തെറി ഉണ്ടായത്. കെമിക്കൽ ഫാക്ടറികളിൽ ഒന്നിലെ ബോയിലറിൽ സ്ഫോടനമുണ്ടാവുകയായിരുന്നു. 2 കിലോമീറ്ററോളം ദൂരത്തേക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടു. പ്രദേശത്തെ കെട്ടിടങ്ങൾ കുലുങ്ങി, ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. സമീപത്തെ മറ്റ് ഫാക്ടറികളിലേക്കും തീ പടർന്നു. 15ഓളം ഫയർ എഞ്ചിനുകൾ ഏറെ നേരം പണിപ്പെട്ടാണ് തീയണച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. 2016-ൽ MIDCയിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. 24 മുംബൈ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുതുക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയിലെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ ഉത്തരവ്. പുതുക്കിയ ഉത്തരവ് പ്രകാരം ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഉള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റുകളും 2 മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുള്ള ഓഫീസുകളിൽ 80 ടെസ്റ്റുകളും നടത്താം. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്താനും അനുമതി. ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ സ്ഥലത്തുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. 6ാം ഘട്ടത്തിന് അരങ്ങൊരുങ്ങി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി 58 മണ്ഡലങ്ങളാണ് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മനോഹർലാൽ ഖട്ടർ, മെഹബൂബ മുഫ്തി, മേനക ഗാന്ധി, ധർമ്മേന്ദ്ര പ്രധാൻ, സംബിത് പാത്ര, ബാൻസു സ്വരാജ്, അഭിജിത്ത് ഗംഗോപാധ്യായ, സോംനാഥ് ഭാരതി, കനയ്യകുമാർ തുടങ്ങിയവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്നും താൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധസമിതി തന്നെ കർത്താർപൂർ ഇടനാഴി യാഥാർത്ഥ്യമായിരുന്നെന്നും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. आतंकवादियों को घर में घुसकर मारने का साहस, दूसरी तरफ इंडी वाले हैं जो आतंकवादियों के एनकाउंटर पर आंसू बहाते हैं. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹിയിലെ പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. അത്യന്തം ആവേശകരമായാണ് ഡൽഹിയിലെ പരസ്യ പ്രചരണം അവസാനിച്ചത്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഡൽഹിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കുന്നതിനെതിരെ സ്വാതി മാലിവാൾ MP ഇരയായ താൻ വീണ്ടും അപമാനിക്കപ്പെടുന്നു, നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അതിക്രമത്തിൽ കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് സ്വാതി മാലിവാൾ രംഗത്തെത്തി. തന്നെ ആക്രമിച്ചത് ആരുടെയെങ്കിലും നിർദ്ദേശാനുസരണം ആണോ എന്ന് അറിയില്ല. സംഭവ സമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും താൻ ആർക്കും ക്ലീൻ ചിറ്റ് നൽകുന്നില്ലെന്നും സ്വാതി മാലിവാൾ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു. वो पार्टी आज बिभव कुमार को बचाने के लिए अरविंद केजरीवाल जी के साथ सड़क पे उतरती है. महिला नेता सड़क पे उतरते हैं. तो मेरे बहुत सारे सवाल हैं और मैं इस वक्त बहुत आहत हूँ. मैं बहुत अकेली हूँ और मुझे धमकाया गया था कि तुम्हें ख़त्म कर देंगे. पर मैं इतना बता दूँ कि मैं ख़त्म नहीं होंगी. मैं सच बोल रही हूँ और मुझे ऐसा लगता है कि सच में बहुत शक्ति है. കുവൈറ്റിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 27-അംഗ ടീമിനെ കോച്ച് ഇഗോർ സ്റ്റിമാച്ചാണ് പ്രഖ്യാപിച്ചത്. സൂപ്പർ താരം സുനിൽ ഛേത്രി നയിക്കുന്ന ടീമിൽ മലയാളി താരം സഹൽ അബ്ദുൽ സമദ് തിരിച്ചെത്തി. അതേസമയം സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന മലയാളി താരങ്ങളായ വിപിൻ മോഹനെയും ജിതിനെയും പരിഗണിച്ചില്ല. അടുത്ത മാസം 6-ന് കൊൽക്കത്തയിലാണ് കുവൈറ്റിനെതിരായ മത്സരം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ സുനിൽ ഛേത്രിയുടെ അവസാന മത്സരമാണിത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.